Marhaban, ahlan wa sahlan ila qanati al-Ustad. Dear friends, welcome to ഉസ്താദ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 8ാം ക്ലാസ്സിലെ അറബിക്കിലെ 1ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ ചാപ്റ്ററാണ്. 1ാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ്? ഇതാ പുസ്തകത്തിൽ നമുക്ക് കാണാം. അൽ ഉമൂമത്തു. എന്താണ് ഉമൂമത്ത് എന്നാൽ? ഉമ്മുൻ എന്ന് കേട്ടിട്ടില്ലേ? ഉമ്മുൻ എന്നാൽ ഉമ്മ, മാതാവ്, മദർ, അതാണ് അതിൻ്റെ അർത്ഥം അല്ലേ? അതിൽ നിന്നുണ്ടായ പദമാണ് ഉമൂമത്ത് അഥവാ മാതൃത്വം അഥവാ മദർഹുഡ്. മാതൃത്വം എന്നാണ് നമ്മുടെ ഈ യൂണിറ്റിൻ്റെ പേര്, മദർഹുഡ്. ഈ യൂണിറ്റിൽ 4 പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, 4 ചാപ്റ്ററുകൾ. ഒന്നാമത്തത് ഉമ്മുൻ ഹനൂൻ. അതെന്താണ്? അതൊരു ഖിസ്വയാണ് അഥവാ ഒരു കഥയാണ്. രണ്ടാമത്തത് മഅലിയ സഫീർ. അത് ഒരു മുഖാബലത്തുൻ, അതൊരു ഇൻ്റർവ്യൂ ആണ്. അൽ ലഹ്ലത്തു സഈദ. അതെന്താണ്? മുദക്കിറ യൗമിയ. അത് ഒരു ഡയറി കുറിപ്പാണ്. ഉമ്മി. അത് എന്താണ്? മൻലൂം. അപ്പോൾ ഇതിൽ ഒരു കഥയുണ്ട്, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഒരു ഡയറി കുറിപ്പുണ്ട്, ഒരു കവിതയുണ്ട്. വളരെ രസകരമാണ് 1ാമത്തെ ഈ യൂണിറ്റ്. നമുക്ക് 1ാമത്തെ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാം. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് നോക്കാം. നുലാഹിലു വ നുനാഖിഷു. നുലാഹിലു, ലെറ്റ് us ഒബ്സർവ്. നമുക്ക് ഇത് നിരീക്ഷിക്കാം. വ നുനാഖിഷു ആൻഡ് ഡിസ്കസ്. ലെറ്റ് us ഒബ്സർവ് ആൻഡ് ഡിസ്കസ്. ഇവിടെ ഒരു ചിത്രം കൊടുത്തത് കണ്ടില്ലേ? ഈ ചിത്രം നമുക്ക് ഒന്ന് നിരീക്ഷിക്കാം, എന്നിട്ട് അതിനെക്കുറിച്ച് ചില ചർച്ചകൾ നടത്താം. നോക്കൂ, നിങ്ങൾ ഈ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു ഉമ്മയുണ്ട്, അവരുടെ മടിയിൽ ഒരു കുഞ്ഞുണ്ട് അല്ലേ, ഒരു കുട്ടിയുണ്ട്. ആ ഉമ്മ എത്ര സ്നേഹത്തോടു കൂടിയിട്ടാണ് ആ കുഞ്ഞിനെ ലാളിക്കുന്നത് എന്ന് നോക്കൂ. എല്ലാ ഉമ്മമാരും ഇങ്ങനെയാണ് അല്ലേ, വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് മക്കളെ ഉമ്മമാർ സ്നേഹിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് പ്രവേശിക്കാം. കഥയുടെ പേരെന്താണ്? ഉമ്മുൻ ഹനൂൻ. ഉമ്മുൻ മദർ, ഹനൂൻ സ്നേഹമുള്ള, ലവിങ് മദർ. ലവിങ് മദർ എന്നാണ് ഈ കഥയുടെ പേര്. ഉമ്മുൻ എന്നാൽ ഉമ്മ, ഹനൂൻ എന്നാൽ ലവിങ് അഥവാ സ്നേഹിക്കുന്ന ഉമ്മ, സ്നേഹനിധിയായ ഉമ്മ. അതാണ് ഈ കഥയുടെ പേര്. ഉമ്മ വളരെ സ്നേഹത്തോടുകൂടി മകനെ ഉപദേശിക്കുന്നതും അല്ലേ, അവനെ ചേർത്ത് പിടിക്കുന്നതുമായ ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. എന്താണ് ഈ കഥ എന്ന് നമുക്ക് നോക്കാം. കൈഫ ഉഹഖിഖു അഹ്ലാമി ഇസ്തൈഖള ഫൗസാനു മിനൻ നൗമി ഹാമിസൻ ലാഹളത്തിൽ ഉമ്മി ഇബ്നഹാ വസഅലതുഹു ബിലുത്ഫിൻ മാ ബിക യാ ബുനയ്യ ഫഅജാബ ഫൗസാൻ കൈഫ ഉഹഖിഖു അഹ്ലാമി وأصدقائي يتحدثون عن مستقبلهم الظاهر وأنا لا أملك شيئا كيف أحقق أحلامي كيف how എങ്ങനെ أحقق ഞാൻ സാക്ഷാത്കരിക്കും, ഞാൻ യാഥാർത്ഥ്യമാക്കും, അല്ലെങ്കിൽ ഞാൻ നേടും. അഹ്ലാമി എൻ്റെ സ്വപ്നങ്ങൾ. അഹ്ലാം എന്നാൽ സ്വപ്നങ്ങൾ. അഹ്ലാമി എൻ്റെ സ്വപ്നങ്ങൾ. ഞാൻ എങ്ങനെ എൻ്റെ സ്വപ്നങ്ങൾ നേടും? ഹൗ ഐ അച്ചീവ് മൈ ഡ്രീംസ്. ഫൗസാൻ എന്ന കുട്ടിയുടെ ചിന്തയാണ്. ഞാൻ എങ്ങനെ എൻ്റെ സ്വപ്നങ്ങൾ നേടും? ഇസ്തൈഖള ഫൗസാനു മിനൻ നൗമി ഹാമിസൻ. ഇസ്തൈഖള എഴുന്നേറ്റു. ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനാണ് ഇസ്തൈഖള എന്ന് പറയാ. ഇസ്തൈഖള വോക്കപ്പ്, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു അഥവാ എഴുന്നേറ്റു. ഫൗസാൻ, ഫൗസാൻ എഴുന്നേറ്റു. മിനൻ നൗമി, ഉറക്കിൽ നിന്ന്. നൗമ് എന്നാൽ ഉറക്കം, മിൻ എന്നാൽ നിന്ന്, ഫ്രം. മിനൻ നൗമി ഉറക്കിൽ നിന്ന്. ഫൗസാൻ വോക്കപ്പ് ഫ്രം സ്ലീപ്പ്. ഫൗസാൻ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു. ഹാമിസൻ വിസ്പറിങ്, മന്ത്രിച്ചുകൊണ്ട്, ഇങ്ങനെ പതുക്കെ പറഞ്ഞുകൊണ്ട്. എന്താ അവൻ പതുക്കെ പറയുന്നത്? കൈഫ ഉഹഖിഖു അഹ്ലാമി, എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ എങ്ങനെ സാക്ഷാത്കരിക്കും? ഹൗ ഐ അച്ചീവ് മൈ ഡ്രീംസ് അല്ലേ, എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ എങ്ങനെ നേടും? അതാണ് ഫൗസാൻ ഉറക്കിൽ നിന്നിങ്ങനെ എഴുന്നേൽക്കുന്ന നേരത്ത്
അവൻ പതുക്കെ പറയാണ്, ലാഹലത്തിൽ ഇബ്നഹ, ലാഹലത്ത് ശ്രദ്ധിച്ചു, നോട്ടീസ്ഡ്, അൽ ഉമ്മു ഉമ്മ, അവൻ്റെ ഉമ്മ ശ്രദ്ധിച്ചു, ഇബ്നഹ അവളുടെ മകനെ, ഇബ്ന് മകൻ, സൺ, ഹ അവളുടെ, ഹെർ, ഹിസ് മദർ നോട്ടീസ്ഡ് ഹെർ സൺ, അവൻ്റെ ഉമ്മ അവരുടെ മകനെ ശ്രദ്ധിച്ചു. അവരുടെ മകൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഫൗസാൻ, ഫൗസാനെ ശ്രദ്ധിച്ചു. വസഅലത്ഹു, സഅലത് ആൻഡ് ഷീ ആസ്ക്ഡ്, അവൾ ചോദിച്ചു, ഹു അവനോട്, ഷീ ആസ്ക്ഡ് ഹിം അവൾ അവനോട് ചോദിച്ചു, ഉമ്മ മകനോട് ചോദിച്ചു. എന്താ എങ്ങനെ? ബിലുത്തുഫിൻ വളരെ മയത്തിൽ, വളരെ സ്നേഹത്തിൽ, ജെന്റ്ലി, ഷീ ആസ്ക്ഡ് ഹിം ജെന്റ്ലി അവൾ വളരെ മയത്തിൽ സ്നേഹത്തിൽ അവനോട് ചോദിച്ചു, മാബിക്കയാ ബുനയ്യ, മാബിക്ക നിനക്ക് എന്തു പറ്റി, എന്താ കുഴപ്പം, എന്തു പറ്റി, വാട്ട്സ് റോങ് വിത്ത് യു, വാട്ട്സ് റോങ് വിത്ത് യു, മാബിക്ക യാ ബുനയ്യ. ബുനയ്യ എന്നത് മകനെ വളരെ സ്നേഹത്തിൽ വിളിക്കുന്ന വാക്കാണ്. യാ ബുനയ്യ എന്ന് പറഞ്ഞാൽ മൈ ഡിയർ സൺ, മൈ ഡിയർ സൺ, വാട്ട്സ് റോങ് വിത്ത് യു, എന്താ നിനക്ക് കുഴപ്പം, എന്ത് കുഴപ്പം പറ്റി, എന്താ പ്രശ്നം എന്താ എന്ന് ചോദിച്ചു. എന്താ ഇങ്ങനെ രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ടാണല്ലോ നീ എഴുന്നേൽക്കുന്നത്, എന്താ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അജാബ റിപ്ലൈഡ് മറുപടി പറഞ്ഞു, ഫൗസാൻ, ഫൗസാൻ മറുപടി പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞത്? കൈഫ ഉഹഖിഖു അഹ്ലാമി, നേരത്തെ പറഞ്ഞ അതേ സെന്റൻസ് വീണ്ടും ആവർത്തിച്ചു. കൈഫ ഹൗ, എങ്ങനെ, ഉഹഖിഖു ഐ അച്ചീവ് ഞാൻ നേടും, ഞാൻ യാഥാർത്ഥ്യമാക്കും, ഞാൻ സാക്ഷാത്കരിക്കും, അഹ്ലാമി എൻ്റെ സ്വപ്നങ്ങൾ, മൈ ഡ്രീംസ്, ഹൗ ഐ അച്ചീവ് മൈ ഡ്രീംസ് ഞാൻ എങ്ങനെ എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും. واصدقائي يتحدثون عن مستقبلهم الظاهر and أصدقائي my friends. സ്വദീഖുൻ എന്നതിൻ്റെ ജംആണ് അസ്തിഖാ അഥവാ ഫ്രണ്ട്സ്, ഫ്രണ്ട്സ്. അസ്തിഖാഇ എന്ന് പറഞ്ഞാലോ മൈ ഫ്രണ്ട്സ്, എൻ്റെ സുഹൃത്തുക്കൾ. മൈ ഫ്രണ്ട്സ് യതഹദ്ദസൂന അവർ സംസാരിക്കുന്നു, ദേ ടോക്ക്, മൈ ഫ്രണ്ട്സ് ടോക്ക് എൻ്റെ ഫ്രണ്ട്സ് സംസാരിക്കുന്നു. ആൻഡ് സംബന്ധിച്ച്, എബൌട്ട് എന്തിനെ സംബന്ധിച്ച് അവർ സംസാരിക്കുന്നത്? മുസ്തഖ്ബൽ, മുസ്തഖ്ബൽ മീൻസ് ഫ്യൂച്ചർ, ഭാവിയെക്കുറിച്ച്. മുസ്തഖ്ബലി ഹിം, ഹിം എന്നാൽ അവരുടെ, ഹിം എന്ന് ആണ് ഇവിടെ ഉള്ളത്. ചിലപ്പോൾ ഹും എന്നും വരും. അവരുടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. മുസ്തഖ്ബിലി ഹിം അവരുടെ ഭാവിയെക്കുറിച്ച്, അബൌട്ട് ദെയർ ഫ്യൂച്ചർ അവരുടെ ഭാവിയെക്കുറിച്ച്. വാസ്തിഖായി മൈ ഫ്രണ്ട്സ് എൻ്റെ സുഹൃത്തുക്കൾ, യതഹദ്ദസൂന സംസാരിക്കുന്നു, ആൻ എബൌട്ട് സംബന്ധിച്ച്, മുസ്തഖ്ബലി ഭാവിയെക്കുറിച്ച്, ഫ്യൂച്ചർ, മുസ്തഖ്ബിലിഹിം അവരുടെ ഭാവിയെക്കുറിച്ച്. മൈ ഫ്രണ്ട്സ് ടോക്ക് എബൌട്ട് ദെയർ ഫ്യൂച്ചർ. അസ്സാഹിർ ബ്രൈറ്റ്, ബ്രൈറ്റ് ഫ്യൂച്ചർ ശോഭനമായ ഭാവി, അവരുടെ നല്ല മികച്ച ഭാവി. അപ്പം എൻ്റെ സുഹൃത്തുക്കളൊക്കെ അവർക്ക് വരാനിരിക്കുന്ന മികച്ച ഭാവിയെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. വ അന ഞാൻ, ഐ ലാ അംലിക്കു എനിക്ക് സ്വന്തമായിട്ടില്ല. അംലിക്കു എന്നാൽ ഐ ഓൺ എന്നാണ്, എനിക്ക് സ്വന്തമായിട്ടുണ്ട്. ലാ അംലിക്കു എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ടില്ല. ഷൈഅൻ ഒന്നും, ഐ ഹാവ് നത്തിങ് എനിക്കൊന്നുമില്ല. എനിക്ക് പണമില്ല, എനിക്ക് മറ്റ് സൗകര്യങ്ങളില്ല. പക്ഷേ എൻ്റെ കൂട്ടുകാർക്ക് അതൊക്കെയുണ്ട്. അവർക്കൊക്കെ അവരുടെ ഭാവിയിൽ നല്ല നിലയിൽ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയുണ്ട്. അതിനെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനെ ആരുമില്ലല്ലോ, എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്ക് പണമില്ല. അതുകൊണ്ട് എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ എങ്ങനെ യാഥാർത്ഥ്യമാക്കും, ഭാവിയിൽ നല്ല നിലയിൽ എത്തിച്ചേരണം എന്ന് ഇവന് ആഗ്രഹമുണ്ട്. പക്ഷേ പാവപ്പെട്ടവനായതുകൊണ്ട് എങ്ങനെയാണ് അത് നടക്കുക എന്നാണ് അവൻ ആലോചിക്കുന്നത്. ഫൗസാൻ വലദുൻ ദകിയുൻ വനശീതുൻ. ഫൗസാൻ വലദുൻ ഒരു ആൺകുട്ടിയാണ്.
സക്കീയുൻ ബുദ്ധിമാനായ. ഫൗസാൻ ഈസ് എ ക്ലവർ ബോയ്. ഫൗസാൻ ഒരു ബുദ്ധിയുള്ള ആൺകുട്ടിയാണ്. ഫൗസാൻ ഈസ് എ ക്ലവർ ബോയ്. സക്കീ എന്നാൽ ക്ലവർ, ബുദ്ധിയുള്ള. വനശീത്തുൻ നല്ല ഉന്മേഷവാനായ കുട്ടിയുമാണ്. നഷീത്ത് എന്നാൽ ഉന്മേഷവാൻ അഥവാ ആക്റ്റീവ്. ഫൗസാൻ ഈസ് എ ക്ലവർ ആൻഡ് ആക്റ്റീവ് ബോയ്. ഫൗസാൻ നല്ല ബുദ്ധിയുള്ള ഉന്മേഷമുള്ള കുട്ടിയാണ്. ഫൗസാൻ ഈസ് എ ക്ലവർ ആൻഡ് ആക്റ്റീവ് ബോയ്. വാലിദത്ത്. വാലിദത്ത് എന്ന് പറഞ്ഞാൽ മദർ. ഉമ്മുൻ എന്ന് പറഞ്ഞാലും വാലിദത്ത് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. മദർ, ഉമ്മ. വാലിദത്തുഹു അവൻ്റെ ഉമ്മ. ഹിസ് മദർ അവൻ്റെ ഉമ്മ. ഉമ്മയുടെ പേരാ പിന്നെ പറയുന്നത്. ഉമ്മയുടെ പേരെന്താ? ഫാത്തിമ. ഹിസ് മദർ ഫാത്തിമ അവൻ്റെ ഉമ്മ ഫാത്തിമ. ഹിയ അവൾ. അർമലത്തുൻ ഒരു വിധവയാണ്. ഷീ ഈസ് എ വിഡോ. ഹിസ് മദർ ഫാത്തിമ ഈസ് എ വിഡോ. അവൻ്റെ ഉമ്മ ഫാത്തിമ ഒരു വിധവയാണ്. വിധവ എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചുപോയ ആളെയാണ് വിധവ എന്ന് പറയാം. ഫൗസാൻ്റെ ഉപ്പ മരിച്ചുപോയി അഥവാ അവൻ്റെ ഉമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി. ഫാത്തിമയുടെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഫാത്തിമ ആരാണ്? അർമലത്താണ്. അർമലത്ത് എന്നാൽ എന്താണ്? വിധവ എന്നാണ് അർത്ഥം. അപ്പോൾ ഉപ്പയില്ല, അപ്പോൾ വലിയ പ്രയാസത്തിലായിരിക്കും അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. വഹിയ തുളഹി ബിഹയാതിഹാ ലിറിആയതി ബിനിഹൽ വഹീദ്. വഹിയ ഹിയ എന്നാൽ അവൾ. ആര്? ഫാത്തിമ. അവൻ്റെ ഉമ്മ ഫാത്തിമ. തുളഹി അവൾ സമർപ്പിക്കുന്നു. ഷീ ഡെഡിക്കേറ്റ്സ് ബിഹയാതിഹ അവളുടെ ജീവിതം കൊണ്ട്, അല്ലെങ്കിൽ അവളുടെ ജീവിതം. ഹയാത്ത് ജീവിതം, ഹ അവളുടെ ജീവിതം. ഷീ ഡെഡിക്കേറ്റ് ഹെർ ലൈഫ് അവൾ അവളുടെ ജീവിതം ബലി അർപ്പിക്കുന്നു അഥവാ അവളുടെ ജീവിതം അവർ സമർപ്പിക്കുന്നു. ലിറിആയതി പോറ്റുന്നതിന് വേണ്ടി. ടു കെയർ. ഇബ്നിഹ അവളുടെ മകനെ. ടു കെയറിങ് ഫോർ ഹെർ സൺ. അൽ വഹീദ് ഏക. വഹീദ് എന്ന് പറഞ്ഞാൽ ഏക മകൻ അഥവാ ഒരു മകനെ അവർക്കുള്ളൂ. ആ മകനെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ ജീവിതം തന്നെ സമർപ്പിച്ചിരിക്കുന്നത്. വഹിയ അവൾ. ഒന്നുകൂടി നോക്കാം. വഹിയ അവൾ. തുളഹി അവൾ സമർപ്പിക്കുന്നു. ബിഹയാതിഹ അവളുടെ ജീവിതം അവൾ സമർപ്പിച്ചിരിക്കുന്നു. ഷീ ഡെഡിക്കേറ്റ്സ് ഹെർ ലൈഫ് എന്തിന് സമർപ്പിച്ചിരിക്കുകയാണ് അവളുടെ ജീവിതത്തെ? ലിറിആയതി പോറ്റുന്നതിന് വേണ്ടി. ടു കെയറിങ്. ഇബ്നിഹ അവളുടെ മകനെ. ഫോർ ഹെർ സൺ. അൽ വഹീദ് എന്ന ഓൺലി സൺ ഏക മകൻ. ടു കെയറിങ് ഫോർ ഹെർ ഓൺലി സൺ. ഷീ ഡെഡിക്കേറ്റ്സ് ഹെർ ലൈഫ് ടു കെയറിങ് ഫോർ ഹെർ ഓൺലി സൺ അവളുടെ ഏക മകനായ ഫൗസാനെ പോറ്റുന്നതിന് വേണ്ടി അവൾ അവളുടെ ജീവിതം സമർപ്പിച്ചിരിക്കുകയാണ്. തഅമലു കുല്ല യൗമിൻ ബിജിദ്ദിൻ വജ്തിഹാദിൻ. തഅമലു അവൾ ജോലി ചെയ്യുന്നു. ഷീ ഈസ് വർക്കിംഗ്. കുല്ല യൗമിൻ എവരി ഡേ. കുല്ല് എന്ന് പറഞ്ഞാൽ എല്ലാ. എവരി യൗം ഡേ. ഷീ വർക്ക്സ് എവരി ഡേ. ബിജിദ്ദിൻ അധ്വാനത്തോട് കൂടിയിട്ട്. ഡെലിജന്റ്ലി. വജ്തിഹാദിൻ രണ്ടും ഏതാണ്ട് ഒരു അർത്ഥം തന്നെ. വിത്ത് എഫേർട്ട് ആൻഡ് ഡെലിജന്റ്ലി രണ്ടും ഒരേ അർത്ഥമാണ്. കഠിനമായി അവർ അധ്വാനിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും അവർ കഠിനമായിട്ട് അധ്വാനിച്ച് പ്രവർത്തിക്കുന്നത്? ലി തൗഫീരി നൽകുന്നതിന് വേണ്ടി. പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി. ടു പ്രൊവൈഡ് എന്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്? തകാലീഫ്. തകാലീഫ് എന്നാൽ ചിലവുകൾ, എക്സ്പെൻസസ്. അൽ ഹയാത്തി ജീവിതത്തിൻ്റെ ചിലവുകൾ, ലിവിങ് എക്സ്പെൻസസ്. വലി മുസ്തഖ്ബലി ആൻഡ് ഫോർ ഫ്യൂച്ചർ ഭാവിക്ക് വേണ്ടിയിട്ടും. ആരുടെ? ഇബ്നിഹ അവളുടെ മകൻ്റെ. അവളുടെ മകൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടും അവൻ്റെ ജീവിത ചെലവുകളെല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ടും എല്ലാ ദിവസവും കഠിനാധ്വാനം ചെയ്തിട്ട് ആ ഉമ്മ പ്രവർത്തിക്കുന്നു. ഷീ ഈസ് വർക്കിംഗ് ഡെലിജൻ്റ്ലി എവറി ഡേ ടു കവർ ദെയർ ലിവിങ് എക്സ്പെൻസസ്
and secure his future. تبسمت الأم من قول ابنها وضمته إليها وقالت لا تحزن يا بني ليس الفقر ما يمنعك من تحقيق أحلامك بل الهمة والعزيمة والجد مفاتيح النجاح. تبسمت الأم. تبسمت, she smiled. തബസ്സമത്, പുഞ്ചിരിച്ചു. അൽ ഉമ്മു, ദ മദർ, ഉമ്മ. ദ മദർ സ്മൈൽഡ്, ഉമ്മ പുഞ്ചിരിച്ചു. മീൻ കൗലി, വാക്ക് കേട്ട്. കൗല് എന്നാൽ വാക്ക്, വേർഡ്സ്. മീൻ കൗല് എന്ന് പറഞ്ഞാൽ ഫ്രം വേർഡ്സ് എന്നാണ് വാക്കർത്ഥമെങ്കിലും ആ വാക്ക് കേട്ട് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ആരുടെ വാക്ക് കേട്ട്? ഇബിനി, മകൻ്റെ, ഹ അവളുടെ മകൻ്റെ വാക്ക് കേട്ടിട്ട് ആ ഉമ്മ പുഞ്ചിരിച്ചു. ദ മദർ സ്മൈൽഡ് അറ്റ് ഹെർ സൺസ് വേർഡ്സ്. മകൻ്റെ വാക്കുകൾ കേട്ട് ഉമ്മ പുഞ്ചിരിച്ചു. വലമ്മത്ഹു, വ ആൻഡ് ലമ്മത്ത്, അവൾ ചേർത്തു പിടിച്ചു. ലമ്മത്ഹു, അവനെ ചേർത്തു പിടിച്ചു. ഇലൈഹ, അവളിലേക്ക്. ഉമ്മ അവനെ ഉമ്മയുടെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു, അഥവാ ഉമ്മ അവനെ കെട്ടിപ്പിടിച്ചു. എംബ്രൈസ്ഡ് ഹിം, ആൻഡ് ഷീ എംബ്രൈസ്ഡ് ഹിം. ദ മദർ സ്മൈൽഡ് അറ്റ് ഹെർ സൺസ് വേർഡ്സ് ആൻഡ് എംബ്രൈസ്ഡ് ഹിം, അവനെ കെട്ടിപ്പിടിച്ചു. വഖാലത്ത്, ആൻഡ് സെറ്റ്. വ എന്നാൽ ആൻഡ്, ഖാലത്ത്, ഷീ സെറ്റ്, അവൾ പറഞ്ഞു, ഉമ്മ മകനോട് പറഞ്ഞു, ലാ തഹ്സൻ യാ ബുനയ്യ, ലാ തഹ്സൻ, നീ സങ്കടപ്പെടരുത്, നീ ദുഃഖിതനാവരുത്. ഡോണ്ട് ബി സാഡ്, നീ ദുഃഖിതനാവരുത്. യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, മൈ ഡിയർ സൺ. യാ ഇബിനി എന്നല്ലല്ലോ, യാ ബുനയ്യ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ വളരെ സ്നേഹത്തിൽ വിളിക്കുന്ന വേർഡാണ് ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, മൈ ഡിയർ സൺ. ലാ തഹ്സൻ, ഡോണ്ട് ബി സാഡ്, നീ ദുഃഖിതനാവരുത്. നിന്റെ ഭാവിയിൽ നീ ആഗ്രഹിക്കുന്ന നല്ല നിലയിൽ എത്താൻ കഴിയില്ലല്ലോ എന്നോർത്ത് നീ ഒരിക്കലും പ്രയാസപ്പെടരുത്. കാരണം ലൈസ, അല്ല. അൽ ഫഖറു, ദാരിദ്ര്യം അല്ല. പോവർട്ടി ഈസ് നോട്ട്. പോവർട്ടി, ഫഖർ എന്നാൽ പോവർട്ടി അല്ല, ദാരിദ്ര്യം അല്ല. മാ യംനഉക, നിന്നെ തടയുന്നതല്ല. പോവർട്ടി ഈസ് നോട്ട് വാട്ട് സ്റ്റോപ്സ് യു. ദാരിദ്ര്യം നിന്നെ തടയുന്നതല്ല. മിൻ തഹ്ഖീഖി, സാക്ഷാത്കരിക്കുന്നതിൽ നിന്ന്. ഫ്രം അച്ചീവിങ്. അഹ്ലാമിക, നിന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിൽ നിന്ന് നിന്നെ തടയുന്നതല്ല ദാരിദ്ര്യം. പോവർട്ടി ഈസ് നോട്ട് വാട്ട് സ്റ്റോപ്സ് യു ഫ്രം അച്ചീവിങ് യുവർ ഡ്രീംസ്. നിന്റെ സ്വപ്നങ്ങൾ, നിനക്ക് നല്ല വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്, ആ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ദാരിദ്ര്യം ഒരിക്കലും മോനെ ഒരു തടസ്സവും ആവില്ല. അക്കാര്യം ഞാൻ ഏറ്റു. പൈസ അല്ലാഞ്ഞിട്ട് നീ ഒരു നല്ല നിലയിലെത്താതെ പോവില്ല, അക്കാര്യം ഞാൻ ഏറ്റു. പക്ഷെ നിനക്ക് ചില കാര്യങ്ങൾ വേണ്ടതുണ്ട്. അതെന്താണ് എന്ന് ഉമ്മ പറയാൻ. ബൽ, പക്ഷേ, റാദർ, അൽ ഹിമ്മതു വൽ അസീമതു വൽ ജിദ്ദു, ഇത് മൂന്നാണ് നിനക്ക് വേണ്ടതെന്നാണ് പറയുന്നത്. എന്താ വേണ്ടത്? ദാരിദ്ര്യം ഒരു വിഷയമാവില്ല, പക്ഷേ നിനക്ക് വേറെ ചിലത് വേണം. അൽ ഹിമ്മത്തു, ഹിമ്മത്ത് എന്നാൽ ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയം. എനിക്ക് നല്ല നിലയിലെത്തണം, ഒരു മികച്ച മനുഷ്യനായി തീരണം എന്ന ഒരു ഡിറ്റർമിനേഷൻ, ഒരു ദൃഢനിശ്ചയം ആദ്യം നിനക്ക് വേണം. വൽ അസീമത്തു, രണ്ടാമതായി നിനക്ക് വേണ്ടതാണ് പർപ്പസ്ഫുൾനെസ്, ലക്ഷ്യബോധം വേണം. എനിക്ക് ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരേണ്ടതാണ്, അതിനുവേണ്ടി ഞാൻ അധ്വാനിക്കണം എന്ന ആ ലക്ഷ്യബോധം, പർപ്പസ്ഫുൾനെസ്, അസീമത്ത്, ലക്ഷ്യബോധം നിനക്ക് വേണം. മൂന്നാമതായിട്ട് ആൻഡ് അൽ ജിദ്ദു, ഹാർഡ് വർക്ക്, കഠിനാധ്വാനം. ഈ മൂന്ന് കാര്യങ്ങളുമാണ് നിനക്ക് വേണ്ടത്. ഈ മൂന്ന് കാര്യങ്ങൾ ആണ് മഫാത്തിഹുൻ നജാഹി. മഫാത്തീഹ്, മിഫ്താഹുൻ എന്നതിൻ്റെ ജംആണ് മഫാത്തിഹ്, താക്കോലുകൾ, കീസ്. അൻ നജാഹി, വിജയത്തിൻ്റെ.
ഇവ മൂന്നുമാണ് വിജയത്തിൻ്റെ താക്കോലുകൾ. ഡിറ്റർമിനേഷൻ, പർപ്പസ്ഫുൾനെസ് ആൻഡ് ഹാർഡ് വർക്ക് ആർ ദ കീസ് ടു സക്സസ്. വിജയത്തിൻ്റെ താക്കോലുകളാണ് ഡിറ്റർമിനേഷനും പർപ്പസ്ഫുൾനെസ്സും ഹാർഡ് വർക്കും. ദൃഢനിശ്ചയവും ലക്ഷ്യബോധവും കഠിനാധ്വാനവും. ഇത് മൂന്നുമാണ് നിനക്ക് വേണ്ടത്. അതുണ്ടെങ്കിൽ നീ നിന്റെ ലക്ഷ്യത്തിലെത്തും. ദാരിദ്ര്യം കാരണം ഒരിക്കലും തന്നെ നിനക്ക് നിന്റെ ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ പോവില്ല. അക്കാര്യം ഞാൻ ഏറ്റു എന്ന് ഉമ്മ പറയാണ്. അസ്സറത്ത് നസീഹത്തുൽ ഉമ്മി ഫീ ഖൽബി ഫൗസാൻ. അസ്സറത്ത് സ്വാധീനിച്ചു, ഇൻഫ്ലുവൻസ്ഡ്. നസീഹത്ത് ഉപദേശം, അഡ്വൈസ്. അൽ ഉമ്മി ഉമ്മയുടെ ഉപദേശം സ്വാധീനിച്ചു. ദ മദേഴ്സ് അഡ്വൈസ് ഇൻഫ്ലുവൻസ്ഡ്. ഫീ ഖൽബി ഹൃദയത്തിൽ. ഖൽബ് എന്നാൽ ഹൃദയം, ഹാർട്ട്. ഫീ ഖൽബി ഹൃദയത്തിൽ, ഇൻ ദി ഹാർട്ട്. ആരുടെ? ഫൗസാന്റെ ഹൃദയത്തിൽ അവൻ്റെ ഉമ്മയുടെ ഉപദേശം സ്വാധീനിച്ചു. ദ മദേഴ്സ് അഡ്വൈസ് ഇൻഫ്ലുവൻസ്ഡ് ഫൗസാൻസ് ഹാർട്ട്. ഫക്കറ ഫീ തഫവ്വുഖിഹി ഫിൽ ഹയാത്ത്. ഫക്കറ ഫീ അവൻ ചിന്തിച്ചു. ഹി തോട്ട് അവൻ ചിന്തിച്ചു. തഫവ്വുഖിഹി തഫവ്വുഖ് എന്നാൽ എക്സലൻസ്, മികവ്. തഫവ്വുഖിഹി എന്നാൽ ഹിസ് എക്സലൻസ്. അപ്പോൾ അവൻ്റെ മികവിനെ കുറിച്ച് ചിന്തിച്ചു. എങ്ങനെ മികവ് പുലർത്താം എന്ന് അവൻ ചിന്തിച്ചു. ഫിൽ ഹയാത്തി ജീവിതത്തിൽ, ഇൻ ലൈഫ്. ഹി തോട്ട് ഓൺ ഹൗ ടു എക്സൽ ഇൻ ലൈഫ്. അല്ലെങ്കിൽ ഹി തോട്ട് അബൌട്ട് ഹിസ് എക്സലൻസ് ഇൻ ലൈഫ്. ജീവിതത്തിൽ എങ്ങനെ മികച്ചവനായി തീരാം, എങ്ങനെ ജീവിതത്തിൽ മികവ് പുലർത്താം എന്ന് ഫൗസാൻ ചിന്തിച്ചു. ذات يوم حينما كان في مكتبة المدرسة وقعت عيناه على كتاب بعنوان أجنحة من نار. ذات يوم, one day, ഒരു ദിവസം. ഹീനമാ കാന എന്നാൽ വാസ്, ആയിരുന്നു എന്നാണ് അർത്ഥം. ഹീനമാ കാന എന്നാണെങ്കിലോ ആയിരുന്നപ്പോൾ. വെൻ ഹി വാസ്, അവനായിരുന്നപ്പോൾ. ഫി മക്തബത്തിൽ മദ്രസത്തി. മക്തബത്ത് എന്നാൽ ലൈബ്രറി എന്നാണ് അർത്ഥം. ഫി മക്തബത്തി ലൈബ്രറിയിൽ. അൽ മദ്രസത്തി സ്കൂളിലെ. ഇൻ സ്കൂൾ ലൈബ്രറി. വൺ ഡേ വെൻ ഹി വാസ് ഇൻ സ്കൂൾ ലൈബ്രറി. അവൻ ഒരു ദിവസം സ്കൂൾ ലൈബ്രറിയിലായിരുന്നപ്പോൾ വാഖഅത് പതിച്ചു, ഫെൽ പതിച്ചു. ഐന എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ണുകൾ എന്നാണ് അർത്ഥം. ഐനാഹു അവൻ്റെ രണ്ട് കണ്ണുകൾ. അവൻ്റെ രണ്ട് കണ്ണുകളും പതിച്ചു. ഹിസ് ഐസ് ഫെൽ. അവൻ്റെ രണ്ട് കണ്ണുകൾ പതിച്ചു. കണ്ണുകൾ പതിച്ചു എന്നാൽ കണ്ണുകൾ വീണുപോയി എന്നല്ല അർത്ഥം. അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ്റെ കൺമുന്നിൽ അവൻ കണ്ടു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു, അവൻ്റെ കണ്ണുകൾ പതിഞ്ഞു. അലാ കിതാബിൻ. കിതാബ് എന്നാൽ പുസ്തകം, ബുക്ക്. അലാ കിതാബിൻ, ഓൺ എ ബുക്ക്. ഒരു പുസ്തകത്തിൽ അവൻ്റെ കണ്ണുകൾ പതിഞ്ഞു. ഹിസ് ഐസ് ഫെൽ ഓൺ എ ബുക്ക്. ബിഉൻവാൻ തലക്കെട്ടുള്ള അഥവാ പേരുള്ള. പുസ്തകത്തിൻ്റെ പേരുണ്ടല്ലോ, അതിനാണ് ഉൻവാൻ എന്ന് പറയുക, തലക്കെട്ട്, ടൈറ്റിൽ. ബിഉൻവാൻ ടൈറ്റിൽഡ്, തലക്കെട്ടുള്ള. എന്ത് പുസ്തകത്തിൻ്റെ തലക്കെട്ട് എന്താ, പേരെന്താ? അജ്നിഹത്തുൻ മിന്നാർ. അജ്നിഹത്തുൻ, ജനാഹുൻ എന്നതിൻ്റെ ജംആണ് അജ്നിഹത്തുൻ, ചിറകുകൾ, വിങ്സ്. മിന്നാർ, ഓഫ് ഫയർ, വിങ്സ് ഓഫ് ഫയർ. ആരുടെ പുസ്തകമാണത്? ലിദ്ദുക്തൂർ, ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ. ദുക്തൂർ എന്നാൽ ഡോക്ടർ എന്നാണ് അർത്ഥം. പക്ഷെ അത് രോഗികളെ പരിശോധിക്കുന്ന ഡോക്ടർക്കല്ല ദുക്തൂർ എന്ന് പറയാം. അറബിയിൽ രോഗിയെ പരിശോധിക്കുന്ന ഡോക്ടർമാരുണ്ടല്ലോ, അവരെ തൊബീബ് എന്നാണ് പറയാം. ദുക്തൂർ എന്നാൽ ഡോക്ടറേറ്റ് കിട്ടിയ ഡോക്ടർമാരുണ്ടല്ലോ, അവരെയാണ് ദുക്തൂർ എന്ന് പറയാം. അപ്പോൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ അജ്നിഹത്തും മിന്നാർ എന്ന തലക്കെട്ടുള്ള പുസ്തകം, എന്ന പേരുള്ള പുസ്തകത്തിൽ അവൻ്റെ കണ്ണുകൾ പതിഞ്ഞു. വൺ ഡേ വെൻ ഹി വാസ് ഇൻ സ്കൂൾ ലൈബ്രറി, ഹിസ് ടു ഐസ് അല്ലെങ്കിൽ ഹിസ് ഐസ് ഫെൽ ഓൺ എ ബുക്ക് ടൈറ്റിൽഡ് വിങ്സ് ഓഫ് ഫയർ ബൈ
APJ അബ്ദുൽ കലാം. തഅസ്സറ ബികിതാബിഹി വഅഫ്കാരിഹി. തഅസ്സറ സ്വാധീനിക്കപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്വാധീനിച്ചു. ബികിതാബിഹി അദ്ദേഹത്തിൻ്റെ പുസ്തകം കൊണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം ആകൃഷ്ടനായി അല്ലെങ്കിൽ സ്വാധീനിക്കപ്പെട്ടു. വഅഫ്കാരിഹി അദ്ദേഹത്തിൻ്റെ ചിന്തകളിലും. APJ അബ്ദുൽ കലാമിൻ്റെ ആ പുസ്തകവും ആ ചിന്തകളും ആരെ? ഫൗസാനെ സ്വാധീനിച്ചു. ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് ബുക്ക് ആൻഡ് ഐഡിയാസ്. APJ അബ്ദുൽ കലാമിൻ്റെ പുസ്തകവും അദ്ദേഹത്തിൻ്റെ ചിന്തകളും ഫൗസാനെ സ്വാധീനിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ 3 ചോദ്യങ്ങൾ കൊടുത്തത് കാണാം. അത് വായിച്ചു നോക്കാം. എന്താ ഒന്നാമത്തെ ചോദ്യം? മാ യുസ്ഇജു ഫൗസാൻ. മാ വാട്ട്, എന്താണ് യുസ്ഇജു ഡിസ്റ്റർബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബോദർ ചെയ്യിക്കുന്നത്, അസ്വസ്ഥമാക്കുന്നത് ഫൗസാനെ. വാട്ട് ഡിസ്റ്റർബ്സ് ഫൗസാൻ. എന്താണ് ഫൗസാനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? എന്താണ് അത്? അല്ലേ, ഹൗ ഐ അച്ചീവ് മൈ ഡ്രീംസ്. എങ്ങനെയാണ് ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക? അതാണ് അവൻ്റെ ടെൻഷൻ, അവനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ചിന്ത അതാണ്. കൈഫ ഉഹഖിഖു അഹ്ലാമി. ഇനി രണ്ടാമത് നോക്കൂ. അയ്യു കിതാബിൻ ഖറഅഹു ഫൗസാൻ. ഐ എന്നാൽ വിച്ച്, ഏത്, കിതാബ് പുസ്തകമാണ്, ഖറഅ വായിച്ചത്, ഹു അതിനെ വായിച്ചത്. അഥവാ ഫൗസാൻ ഏത് പുസ്തകത്തെയാണ് വായിച്ചിട്ടുള്ളത്? വിച്ച് ബുക്ക് ഡിഡ് ഫൗസാൻ റീഡ്. ഫൗസാൻ ഏത് പുസ്തകമാണ് വായിച്ചിട്ടുള്ളത്? ഏത് പുസ്തകമാണ്? അജ്നിഹത്തും മിന്നാർ. കൈഫ അസറത് ഉമ്മുക ഫീ ഹയാതിക്. ഇനി നമ്മളോടുള്ള ഒരു ചോദ്യമാണ്. കൈഫ എങ്ങനെ, ഹൗ, അസറത് സ്വാധീനിച്ചു, ഇൻഫ്ലുവൻസ്ഡ്, ഉമ്മുക യുവർ മദർ നിന്റെ ഉമ്മ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്, ഫീ ഹയാതിക നിന്റെ ജീവിതത്തിൽ, ഹൗ ഡിഡ് യുവർ മദർ ഇൻഫ്ലുവൻസ് യുവർ ലൈഫ് എങ്ങനെയാണ് നിന്റെ ഉമ്മ നിന്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ളത്. ഫൗസാൻ APJ അബ്ദുൽ കലാമിൻ്റെ പുസ്തകത്തിൽ ആകൃഷ്ടനായി എന്ന് പറഞ്ഞല്ലോ. ആ പുസ്തകത്തിലുള്ള അജ്നിഹത്തും മിന്നാർ എന്ന പുസ്തകത്തിൽ APJ അബ്ദുൽ കലാം എഴുതിയിട്ടുള്ള 3 വരികളാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കത് വായിച്ചു നോക്കാം. ഇദാ അറദ്ത അൻ തുശ്രിഖ കശംസി ഫൈദൻ തഹ്തരിഖു മിസ്ലഹാ. ഇദാ അറദ്ത നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഇഫ് യു വിഷ് നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അൻ തുശ്രിഖ ഉദിക്കുവാൻ, ടു റൈസ് അല്ലെങ്കിൽ ടു ഷൈൻ എന്നും പറയാം, തിളങ്ങുവാൻ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, കശംസി സൂര്യനെ പോലെ. ഷംസ് എന്നാൽ സൺ, സൂര്യൻ. കശംസി എന്ന് പറഞ്ഞാൽ സൂര്യനെ പോലെ. ഇഫ് യു വിഷ് ടു ഷൈൻ ലൈക്ക് ദ സൺ, സൂര്യനെ പോലെ തിളങ്ങാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇഫ് യു വിഷ് ടു ഷൈൻ ലൈക്ക് ദ സൺ, ഫഇദൻ അപ്പോൾ, തഹ്തരിഖു നീ കത്തണം, നീ ജ്വലിക്കണം, യു മസ്റ്റ് ബേൺ നീ കത്തണം, മിസ്ലഹ അതിനെ പോലെ, ലൈക്ക് ഇറ്റ് സൂര്യനെ പോലെ, ലൈക്ക് ഇറ്റ് ലൈക്ക് സൺ സൂര്യനെ പോലെ നീ എരിയുകയും വേണം. അല്ലെ, സ്വയം എരിയുക, സ്വയം കത്തുക. അപ്പോഴാണ് എന്ത് വരിക? വെളിച്ചം പുറത്തേക്ക് വരിക. അപ്പോൾ സൂര്യൻ ഇങ്ങനെ സ്വയം എരിയുന്നത് കൊണ്ടാണ് അതിൻ്റെ വെളിച്ചവും തിളക്കവുമൊക്കെ ഈ ലോകം മുഴുവൻ കാണുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ സൂര്യനെപ്പോലെ ഉദിക്കാനും തിളങ്ങാനും നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ ആദ്യം സ്വയം എരിയാൻ തയ്യാറാവണം. അധ്വാനിക്കാതെ ഒന്നും തന്നെ നടക്കില്ല എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇദാ അറദ്ത അൻ തുശ്രിഖ കശംസി, ഇഫ് യു വിഷ് ടു ഷൈൻ ലൈക്ക് ദ സൺ, ഫൈദൻ തഹ്തരിഖു മിസ്ലഹ യു മസ്റ്റ് ബേൺ ലൈക്ക് ഇറ്റ് നീ അതുപോലെ ആ സൂര്യനെ പോലെ തിളങ്ങണം, നീ ആ സൂര്യനെ പോലെ കത്തണം. തഹ്തരിഖു എന്നാൽ കത്തുക, നീ കത്തണം. അലൈക അൻ തഫ്ഹമ സലാസ ഖുവാത്തിൻ കൈ തൻജഹ ഫിൽ ഹയാത്തി അർറഗ്ബതു വൽ ഹിമ്മതു വത്തശവ്വുഖു. അലൈക യു ഹാവ് ടു, അഥവാ നിനക്ക് നിർബന്ധമാണ്, അൻ തഫ്ഹമ നീ മനസ്സിലാക്കൽ, നീ മനസ്സിലാക്കൽ അത്യാവശ്യമാണ്. അലൈക്ക എന്നതിൻ്റെ അർത്ഥം, അല എന്നാൽ മേൽ, അലൈക്ക നിന്റെ മേൽ
എന്നാണ് വാക്കർത്ഥമെങ്കിലും ഇത് ഇവിടെ അലൈക്ക എന്ന് പ്രയോഗിച്ചത് നിനക്ക് നിർബന്ധമാണ്, നീ നിർബന്ധമായും ചെയ്യണം എന്ന അർത്ഥത്തിലാണ്. യു മസ്റ്റ് എന്ന അർത്ഥത്തിലാണ്. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, നീ മനസ്സിലാക്കണം. എന്ത്? സലാസ 3 ഖുവ്വാത്ത്, ശക്തികൾ. ഖുവ്വത്തിൻ എന്നതിൻ്റെ ജമ്മാണ് ഖുവ്വാത്ത്. 3 ഫോഴ്സസ്, 3 ശക്തികളെ കുറിച്ച് നീ മനസ്സിലാക്കണം. കൈ തഞ്ചഹ, വിജയിക്കുന്നതിന് വേണ്ടി. ഇൻ ഓർഡർ ടു സക്സീഡ്, നീ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട്. ഫിൽ ഹയാത്തി, ജീവിതത്തിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് 3 ശക്തികളെ കുറിച്ച് നീ മനസ്സിലാക്കണം. ഏതാണ് ഈ 3 ശക്തികൾ? നമ്മുടെ ജീവിതത്തിൽ വിജയിപ്പിക്കുന്ന 3 ശക്തികളാണ്. ഏതൊക്കെ ഈ ശക്തികൾ? ഒന്ന് അർറഗ്ബത്തു, ഒന്നാമതായി ഡിസയർ, ആഗ്രഹം വേണം. വൽ ഹിമ്മത്തു, ഡിറ്റർമിനേഷൻ, അതുപോലെ ഉറച്ച ദൃഢനിശ്ചയം വേണം നിനക്ക്. വതശവ്വുഖു, അതുപോലെ പാഷൻ, വല്ലാത്ത അടങ്ങാത്ത പാഷൻ, വളരെ അടങ്ങാത്ത മോഹവും നിനക്ക് വേണം. ഈ 3 ശക്തികളെക്കുറിച്ച് നീ മനസ്സിലാക്കണം. ഈ 3 ശക്തികളും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമാണ് നിനക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുക. ലൈസത്തിൽ അഹ്ലാമു മാ തറാ ഫിൽ മനാം, ലൈസത്ത് അല്ല, അൽ അഹ്ലാമു സ്വപ്നങ്ങൾ അല്ല, മാ തറ നീ കാണുന്നത്, ഫിൽ മനാമി, മനാം എന്നാൽ ഉറക്കം, ഉറക്കത്തിൽ നീ കാണുന്നതല്ല സ്വപ്നങ്ങൾ. ഡ്രീംസ് ആർ നോട്ട് വാട്ട് യു സീ വൈൽ സ്ലീപ്പിംഗ്. ഡ്രീംസ് ആർ നോട്ട് വാട്ട് യു സീ വൈൽ സ്ലീപ്പിംഗ്. നീ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, അല്ലേ? നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതിനെ കുറിച്ചാണ് നമ്മൾ സ്വപ്നങ്ങൾ എന്ന് പറയാറുള്ളത്, അല്ലേ? യഥാർത്ഥത്തിൽ അതല്ല സ്വപ്നം. ഇന്നമൽ അഹ്ലാമു, ഇന്നമ മാത്രമാണ്, അൽ അഹ്ലാമു സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മാതുസ്ഇജു അസ്വസ്ഥമാക്കുന്നതാണ്. നൗമക നിന്റെ ഉറക്കത്തെ അസ്വസ്ഥമാക്കുന്നത്. വാട്ട് ഡിസ്റ്റർബ് യുവർ സ്ലീപ്പ്, നിന്റെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യിക്കുന്നതാണ് സ്വപ്നങ്ങൾ. അപ്പോൾ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ ഇങ്ങനെ കണ്ടിട്ട് പിന്നെ എഴുന്നേൽക്കുമ്പോൾ മറന്നു പോകേണ്ട കാര്യങ്ങളല്ല. നിരന്തരം നിന്റെ ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നങ്ങൾ. ഡ്രീംസ് ആർ നോട്ട് വാട്ട് യു സീ വൈൽ സ്ലീപ്പിംഗ്, ഡ്രീംസ് ആർ വാട്ട് കീപ് യു അവെയ്ക്ക്, അല്ലെങ്കിൽ ഡ്രീംസ് ആർ വാട്ട് ഡിസ്റ്റർബ് യുവർ സ്ലീപ്പ്, നിന്റെ ഉറക്കത്തെ അസ്വസ്ഥമാക്കുന്നതാണ് സ്വപ്നങ്ങൾ. വസ്വാറ ഫൗസാനു മുജ്തഹിദൻ തഫവ്വഖ ഫീ ജമീഇ മറാഹിലി ഹയാതിഹി വജ്താസ ഇംതിഹാനൽ ഖിദ്മാത്തിൽ ഖാരിജിയ്യ അൽ ഹിന്ദിയ്യ ബിജുഹൂദിഹിൽ മുസ്തമിറ വബിഇനായതി ഉമ്മിഹിൽ ഹനൂൻ. വസ്വാറ ആയിത്തീർന്നു, ബിക്കെയിം, ഫൗസാൻ ആയിത്തീർന്നു, മുജ്തഹിദൻ ഹാർഡ് വർക്കിംഗ്, നന്നായി കഠിനാധ്വാനം ചെയ്യുന്ന ആളായിത്തീർന്നു ഫൗസാൻ. APJ അബ്ദുൽ കലാമിൻ്റെ പുസ്തകമൊക്കെ അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചു. അപ്പോൾ കഠിനമായി അധ്വാനിച്ചാൽ മാത്രമേ ഞാൻ ഭാവിയിൽ നല്ല നിലയിൽ എത്തിച്ചേരുകയുള്ളൂ എന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് ഹി ബിക്കെയിം എ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ. അവൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി, അധ്വാനിക്കാൻ തുടങ്ങി, പഠിക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിച്ചു. തഫവ്വഖ ഫീ ജമീഇ മറാഹിലി ഹയാതിഹി, തഫവ്വഖ അവൻ മികവ് പുലർത്തി, ഹി എക്സൽഡ് അവൻ മികവ് പുലർത്തി, ഫീ ജമീ എന്നാൽ ഓൾ, എല്ലാ, ഫീ ജമീ ഇൻ ഓൾ എല്ലാറ്റിലും, എല്ലാ, മറാഹിൽ മർഹലത്തുൻ എന്നതിൻ്റെ ജംആണ് മറാഹിൽ, സ്റ്റേജസ് ഘട്ടങ്ങൾ, എല്ലാ ഘട്ടങ്ങളിലും, ഇൻ ഓൾ സ്റ്റേജസ്. ഹയാത്തിഹി ഹയാത്ത് എന്നാൽ ലൈഫ്, ഹയാത്തിഹി അവൻ്റെ ലൈഫിലെ, അവൻ്റെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും അവൻ മികവ് പുലർത്തി. ഹി എക്സൽഡ് ഇൻ ഓൾ സ്റ്റേജസ് ഓഫ് ഹിസ് ലൈഫ്. ഇജ്താസ എന്നാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ഈ അലിഫ് ശ്രദ്ധിച്ചു നോക്കൂ, അതിന് അലിഫ് ഫതഹോ കെസ്റോ ലൊമ്മോ ഒന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളത് കൂട്ടി വായിക്കുമ്പോൾ വജ്താസ എന്ന ആ അലിഫ് സൈലന്റ് ആക്കി വേണം വായിക്കാൻ. വജ്താസ ഹി പാസ്ഡ് അവൻ വിജയിച്ചു. ഇജ്താസ എന്നാൽ പാസ്ഡ് വിജയിച്ചു.
അവൻ വിജയിച്ചു. എന്താ വിജയിച്ചത്? ഇംതിഹാൻ, എക്സാമിനേഷൻ, പരീക്ഷ. അൽ ഖിദ്മാത്തിൽ ഖാരിജിയ അൽ ഹിന്ദിയ, അൽ ഖിദ്മാത്തുൽ ഖാരിജിയ അൽ ഹിന്ദിയ എന്ന പരീക്ഷ അവൻ വിജയിച്ചു. അൽ ഹിന്ദിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ അല്ലെ. ഹിന്ദ് എന്നാൽ ഇന്ത്യ, ഹിന്ദിയ എന്നാൽ ഇന്ത്യൻ, അൽ ഖാരിജിയ എന്നാൽ ഫോറിൻ, ഖിദ്മാത്ത് എന്നാൽ സർവീസ്. ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്ന പരീക്ഷ അവൻ വിജയിച്ചു. ബിജുഹൂദിഹി, അവൻ്റെ അധ്വാനം കാരണത്താൽ, ത്രൂ ഹിസ് എഫേർട്സ്, അവൻ്റെ അധ്വാനത്തിലൂടെ, അൽ മുസ്തമിറ, കണ്ടിന്യൂസ്, തുടർച്ചയായ, ത്രൂ ഹിസ് കണ്ടിന്യൂസ് എഫേർട്ട്, ഹി പാസ്ഡ് ഇന്ത്യൻ ഫോറിൻ സർവീസ് എക്സാമിനേഷൻ. അവൻ്റെ കഠിനമായ നിരന്തരമായ പരിശ്രമം മൂലവും, വബിഇനായത്തി, പരിഗണന മൂലവും, സഹായം മൂലവും, ഉമ്മിഹി, അവൻ്റെ ഉമ്മയുടെ, അൽ ഹനൂൻ, പ്രിയപ്പെട്ട, അവൻ്റെ ഉമ്മയുടെ, ആൻഡ് വിത്ത് ദ കെയർ ഓഫ് ഹിസ് ലവിങ് മദർ, അവൻ്റെ ആ സ്നേഹിക്കുന്ന ഉമ്മയുടെ, സ്നേഹനിധിയായ ഉമ്മയുടെ കെയർ വഴിയും, അവൻ്റെ തുടർച്ചയായ അധ്വാനത്തിലൂടെയും അവൻ ഇന്ത്യൻ ഫോറിൻ സർവീസ് എന്ന പരീക്ഷ വിജയിച്ചു. ഐ ഇംതിഹാനിൻ ഇജ്താസ ഫൗസാനു അഖീറൻ. ഐ എന്നാൽ വിച്ച്, ഏത്, ഇംതിഹാൻ, പരീക്ഷ, എക്സാം, വിച്ച് എക്സാം, ഇജ്താസ, പാസായി, പാസ്ഡ്, ഫൗസാൻ പാസായി, അഖീറൻ, അവസാനം. വിച്ച് എക്സാം ഡിഡ് ഫൗസാൻ ഫൈനലി പാസ്? ഏത് എക്സാമാണ് അവൻ പാസ്സായത്? ഇംതിഹാനുൽ ഖിദ്മാത്തിൽ ഖാരിജിയ അൽ ഹിന്ദിയ അല്ലേ, ഇംതിഹാനുൽ ഖിദ്മാത്തിൽ ഖാരിജിയ അൽ ഹിന്ദിയ. ഇനി അടുത്ത് നോക്കൂ. ഇഖ്തരിഹ് ഉൻവാനൻ ആഖർ ലിൽ ഖിസ്സത്തി. ഇഖ്തരിഹ്, സജസ്റ്റ്, നിർദ്ദേശിക്കുക. ഉൻവാനൻ, എ ടൈറ്റിൽ. ആഖർ, അനദർ, മറ്റൊരു ടൈറ്റിൽ, മറ്റൊരു തലക്കെട്ട് നിർദ്ദേശിക്കുക. ലിൽ ഖിസ്സത്തി, ഫോർ ദി സ്റ്റോറി, ഈ കഥക്ക്. ഇപ്പം നമ്മൾ വായിച്ച ഈ ഫൗസാന്റെ കഥയുണ്ടല്ലോ, ഇതിന് നമ്മൾ കൊടുത്ത പേരെന്താ ടെക്സ്റ്റ് ബുക്കിൽ? ഉമ്മുൻ ഹനൂൻ അല്ലെ, സ്നേഹനിധിയായ ഉമ്മ എന്നാണ്. ഇതല്ലാതെ വേറെ ഒരു ടൈറ്റിൽ ഈ കഥക്ക് നിങ്ങൾ പറയൂ. ഇനി അടുത്തത്, മാ റിസാലത്തു ഹാദിഹിൽ ഖിസ്സത്തി. മാ, എന്താണ്, റിസാലത്തു, സന്ദേശം. വാട്ട് ഈസ് ദ മെസ്സേജ്, എന്താണ് സന്ദേശം, എന്തിൻ്റെ? ഹാദിഹി, ദിസ്, ഖിസ്സ, കഥ, ഈ കഥയുടെ സന്ദേശം എന്താണ്? ഈ 3 ചോദ്യത്തിനും നിങ്ങൾ ഉത്തരം എഴുതുക. ഓക്കെ, അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മളുടെ പാഠഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പാഠത്തിലെ വർക്കുകളാണ് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.